നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു പുതിയ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കുറേ സെൻട്രൽ ഗവൺമെന്റ് വേക്കൻസീസ് ജവാന്മാർക്കായിട്ടുള്ള വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണ് ആ അനൗൺസ്മെന്റ് ചെയ്തത്, എന്താണ് നോട്ടിഫിക്കേഷൻ, എന്താണ് വന്നിരിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്ലൈ ചെയ്യുന്നതിന്റെ മാക്സിമം എല്ലാ പോർഷനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, കാരണം എനിക്ക് എന്റെ ഏജ് ലിമിറ്റ് ഓവറാണ്. പക്ഷെ എന്നാലും മാക്സിമം എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ട്രൈ ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിത് ഒരുപാട് സംസാരിക്കാൻ സമയമില്ല, വീഡിയോയിലേക്ക് കടക്കാം. സോ അതിനായിട്ട് ആദ്യം ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെൻട്രൽ ആംഡ് ഫോഴ്സസ് CAPF പോലീസ് ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ, CAPF-ലും SSF-ലും ഉള്ള കോൺസ്റ്റബിൾസിന്, GD റൈഫിൾമാൻസ്, ആസം റൈഫിൾസില്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയില് സെപ്പോയ്, ഇത്രയും കാര്യങ്ങളാണ് ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 5-ാം തീയതി മുതൽ ഒക്ടോബർ 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രാത്രി 11 മണി, ഒക്ടോബർ 14-ാം തീയതി ലാസ്റ്റ് 11 മണിയാണ്. ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ ഒരു ദിവസം കൂടി തന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഓൺലൈൻ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ 15 തീയതി വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. പിന്നെ പോരാത്തിന് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വായിച്ചു, ഇത് മൊത്തം എനിക്ക് പറഞ്ഞുതരാൻ സാധിക്കില്ല ഈ വീഡിയോയിൽ. ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ്സ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഓക്കെ, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 13 റീജിയണൽ ലാംഗ്വേജിലും ഇംഗ്ലീഷും ഹിന്ദിയിലും എഴുതാം, മലയാളമുണ്ട്. അതിനുശേഷം എന്തൊക്കെയാണ് ടെസ്റ്റ് എന്നുള്ളത് ഇവിടെ കാര്യങ്ങളായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലെ തന്നെ മെയിനായിട്ട് നമുക്കുള്ള കാര്യം എന്ന് പറയുന്നത് പേ സ്കെയില് കാര്യങ്ങൾക്ക് നോക്കുക. ഓപ്പണിങ്സ് എത്രയോ ഓപ്പണിങ്സ് ആണ്, മൊത്തം 39,481 ഓപ്പണിംഗ് ആണ് മൊത്തത്തിലുള്ളത്. കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇത് വന്നിട്ട് മെയിലിന് 35,612, ഫീമെയിൽസിന് 39,481 ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ പോരാ തന്നെ ഇതിൽ വന്നിട്ട് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 23 വയസ്സായിരിക്കണം. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 1-ാം തീയതി 2025 ആണ്. സോ ജനുവരി 1, 2025 18 മുതൽ 23 വയസ്സിനുള്ളിലാകുന്നവർ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ബാക്കി ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കുള്ള പോലെ ഏജ് റിലാക്സേഷൻ നോക്കാം. SC STക്ക് 5 വയസ്സിന്റെ, OBC 3, അത് വായിച്ചു നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് ജനുവരി 1, 2025 മുന്നേ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് മെൻഷൻ ചെയ്തിരുന്നത്. ജനുവരി 1-ന് ശേഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും യൂസ് ആവില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാണ്. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻസെന്റീവ് ബോണസ് മാർക്സ് ഉണ്ട്. ആ ഡീറ്റെയിൽസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവര്. ഈ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഫീ എന്ന് പറയുന്നത് 100 രൂപ മാത്രമാണ്. ഓക്കെ, സോ ഇത് ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഇത്രയാണ് ഇൻഫർമേഷൻ എന്നുള്ളത്. ഈ PDF നിങ്ങൾക്ക് SSCയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് മൊത്തം വായിച്ചു നോക്കുക. അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിൽ ഒരു തവണ വായിച്ചു നോക്കുക. സോ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SSCയുടെ ഗവൺമെന്റ് വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. SSC വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.gov.in, ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇനി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും നിങ്ങൾക്ക്. ഈ ഇന്റർഫേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കാണിക്കും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്. അതിന്റെ വലതുഭാഗത്തായിട്ട് അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ അപ്ലൈ കൊടുക്കുക. ഇനി ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂസർ നെയിം വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പക്ഷേ അക്കൗണ്ട് ഇല്ലാത്തവർ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, പാസ്വേഡ്, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ എന്നിവ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇത് 1 ടൈം രജിസ്ട്രേഷൻ ആണ്. ഈ സൈറ്റിൽ ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആസ് പെർ ഡോക്യുമെന്റ്സിന് സബ്മിറ്റ് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ ക്യാൻസൽ ആകും. സോ ശ്രദ്ധിച്ച് ചെയ്യുക. കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ അവിടെ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വരിക. സോ ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ ഡു യു ഹാവ് ആധാർ കാർഡ്, നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ താഴത്തേക്ക് എൻ്റർ ചെയ്യുക. ഉദാഹരണം ഇവിടെ മേലെ എന്താണ് കൊടുത്തത് അത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ആധാർ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുമ്പോൾ താഴത്തേക്ക് വരുന്ന കാര്യം എനേബിൾഡ് ആകും. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ഐഡന്റി കാർഡാണ് നിങ്ങൾക്ക് ഉള്ളത് നോക്കുക. ഡ്രൈവിംഗ് ലൈസൻസ്, എംപ്ലോയർ ID, പാൻ കാർഡ്, പാസ്പോർട്ട്, കോളേജ് ID, വോട്ടർ ID എന്താണോ നിങ്ങളുടെ ഉള്ളത് വെച്ചാൽ ആ ഒരു അപ്രൂവ്ഡ് ID കാർഡ് ഉള്ള ID ആണെന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട്
അതിന്റെ ഐഡന്റിഫിക്കേഷൻ കാർഡ് നമ്പർ, വോട്ടർ ഐ ഡി ആണെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ, പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക താഴത്ത്. അതിനുശേഷം അടുത്തത് കാൻഡിഡേറ്റ് നെയിം എന്നാണ്. ഇത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ അർജുൻ എന്നാണ് നിങ്ങളുടെ പേര് തന്നെ, അർജുൻ ടി എന്നാണ് നിങ്ങളുടെ പേര് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് അർജുൻ ടി അത് തന്നെ എൻ്റർ ചെയ്യണം. ആധാർ കാർഡ് നോക്കി പേര് എൻ്റർ ചെയ്യരുത്. ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ അർജുൻ ടി, അതേപോലെ ഈ അർജുൻ ടിയുടെ ഫുൾ ഫോം ഇപ്പോൾ ഉദാഹരണം തിലകൻ എന്നാണെങ്കിൽ അർജുൻ തിലകൻ എന്ന് തന്നെ കൊടുക്കണം. ആധാർ കാർഡിൽ അർജുൻ ടി ആയിക്കോട്ടെ, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ അർജുൻ തിലകൻ എന്നാണെങ്കിൽ അർജുൻ തിലകൻ എന്ന് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഈ പേരിന് മുന്നേ മിസ്റ്റർ എന്നുള്ള കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യരുത്. പേര് സർട്ടിഫിക്കറ്റിൽ അതുപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതേ പേര് ഇവിടെ താഴെ വെരിഫൈ കാൻഡിഡേറ്റ് നെയിം എന്നുള്ള കാര്യത്തിലും എൻ്റർ ചെയ്യുക. പേര് മുകളിൽ എൻ്റർ ചെയ്ത് അത് തന്നെ താഴത്ത് എൻ്റർ ചെയ്യുക. അതുപോലെ പേര് മാറ്റിയിട്ടുണ്ടോ എന്നാണ്, അതായത് നിങ്ങൾ ഓൾറെഡി ഒരു പേര് വന്നതിന് ശേഷം അതിനുശേഷം നിങ്ങളുടെ പേര് മാറിയിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പുതിയ പേര് എന്താണെന്ന് വെച്ചാൽ ആ പുതിയ പേരിന്റെ ഒന്നുകൂടി അതേ പേര് തന്നെ താഴെ എൻ്റർ ചെയ്യുക. ഇങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ഗസറ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മേലെ അപ്ലൈ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ടി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ്, പക്ഷെ ആധാർ കാർഡിൽ ഇനീഷ്യൽ മാത്രമേ ഉള്ളൂ. കൊണ്ട് ഇവിടെ വെരിഫൈ പേര് മാറിയെന്ന് കൊടുക്കരുത്. പേര് മാറിയെന്ന് കൊടുത്താൽ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫെയിൽ ആകും. അതുകൊണ്ട് പേര് മാറിയില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ വരിക ജെൻഡർ എന്ന് പറയുന്ന സെക്ഷനിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് സെലക്ട് ചെയ്യുക. വെരിഫൈ ജെൻഡർ സെയിം അത് തന്നെയാണ്, നിങ്ങൾ മുകളിൽ കൂടെ തന്നെ താഴെ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതിലെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക. ഡേറ്റ് മന്ത് ഇയർ ആണ്. ഇപ്പോൾ പോരാ ഇവിടെ ടൈപ്പ് ചെയ്യാൻ അലൗഡ് അല്ല. സോ അതുകൊണ്ട് നമ്മൾ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്ത് വർഷം സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ മാസം സെലക്ട് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഡേറ്റ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ അടുത്ത പേജിലേക്ക് പോകില്ല. 15 വയസ്സിന് താഴെ ആയതുകൊണ്ട് യു ആർ നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള എറർ വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 23 വയസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡേറ്റിനുള്ളിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അപ്രൂവ്ഡ് ആണെന്നെങ്കിൽ അത് അപ്രൂവ്ഡ് ആയിട്ട് കാണിക്കും. അതിനുശേഷം ഇവിടെ താഴെ അച്ഛൻ്റെ പേരും നിങ്ങൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യണം. അമ്മയുടെ പേരും നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എൻ്റർ ചെയ്യുക. അതിലെന്താണോ ഉള്ളത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ എൻ്റർ ചെയ്യണം. അതിനുശേഷം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷൻ ബോർഡാണ്. നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത്? നിങ്ങൾ ഇപ്പോൾ കേരള ആണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വരുന്ന സമയത്ത് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും അത് തന്നെ ഇവിടെ ഒരു തവണ കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ റോൾ നമ്പർ. ആ റോൾ നമ്പർ കറക്റ്റ് ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ റോൾ കോഡ് ഹൈഫൺ റോൾ നമ്പർ എന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. ഹൈഫണും സ്ലാഷും മാത്രമേ അലൗഡ് ഉള്ളൂ. അതിവിടെ താഴെ കൊടുക്കുക. ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായത് എന്നുള്ള വർഷം ഇവിടെ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസോടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മെയിൽ ഐ ഡി, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു OTP സെൻഡ് ആകും. ആ സെൻഡ് ആകുന്ന OTP കൊടുത്ത് വാലിഡേറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കുള്ളൂ. സോ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തു. അതിൽ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ഒന്ന് OTP വെച്ച് വെരിഫൈ ചെയ്ത് നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ആകും. എന്നിട്ട് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ പാർഷ്യലാണ്. 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഡേറ്റ മൊത്തമായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഡേറ്റ നിങ്ങളുടെ ഡിലീറ്റ് ആയി പോകും. സോ രജിസ്ട്രേഷൻ നമ്പറും വൺ ടൈം ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് ഷെയർ ആയിട്ടുണ്ടാവും. ഇനി രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ അത് പാസ്വേഡ് ക്രിയേഷൻ പേജിലേക്ക് പോകും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും വൺ ടൈം പാസ്വേഡ് അയച്ചിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസ് കൂടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മുകളിൽ കൊടുക്കുക, പാസ്വേഡ് താഴെ കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച കൊടുത്ത് സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. ഓക്കെ, സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് മാറ്റാനുള്ള സെക്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്ന പഴയ പാസ്വേഡ് കൊടുക്കുക. നിങ്ങളുടെ പുതിയ പാസ്വേഡ് ഇവിടെ താഴെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ,
ഓക്കെ, പാസ്വേഡ് കൊടുക്കേണ്ട മിനിമം റിക്വയർമെന്റ്സ് എന്താണെന്നുള്ള ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം 8 ക്യാരക്ടർ ഉണ്ടാവണം, ഒരു അപ്പർ കേസ് ഉണ്ടാവണം, ഒരു ലോവർ കേസ് ലെറ്റർ ഉണ്ടാവണം, ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. നിങ്ങൾ ഓരോന്ന് കൊടുക്കുമ്പോഴും ഇവിടെ താഴെയുള്ളത് ഗ്രീൻ ആവും. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ താഴെ ഇപ്പോൾ ഞാനൊരു പാസ്വേഡ് ചുമ്മാ കൊടുക്കുകയാണ്, താഴെ ഗ്രീൻ ആവുന്നത് കണ്ടില്ലേ? നമ്മൾ കറക്റ്റായ പാസ്വേഡാണ് കൊടുക്കുന്നതെങ്കിൽ ഈ റെഡിൽ നിന്നതെല്ലാം ഗ്രീൻ ആവും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ മേലെ താഴെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾ കൊടുത്ത പാസ്വേഡ് താഴെ ഒന്നുകൂടി കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൺഫേം പാസ്വേഡ് നിങ്ങൾ കൊടുത്തതിന് ശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ പാസ്വേഡ് മറന്നു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലോ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യാൻ, അതായത് ഇമെയിലോ മൊബൈൽ നമ്പറോ പോവുക എന്തെങ്കിലും ചെയ്തതിന് നിങ്ങൾക്ക് ഇത് പാസ്വേഡ് കണ്ടുപിടിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ നമ്മൾ ഏതെങ്കിലും ഏത് സിറ്റിയിലാണ് നിങ്ങൾ ജനിച്ചത്, ചുമ്മാ നമ്മൾ നിങ്ങളുടെ ആൻസർ ടൈപ്പ് ചെയ്യുക. 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വരണം. അമ്മയുടെ മെഡിൻ നെയിം എന്താണ്, ഇപ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒരു മെഡിൻ നെയിം, നമ്മുടെ അമ്മയുടെ മെഡിൻ നെയിം ആണ്, അപ്പോൾ ഞാൻ ചുമ്മാ കൊടുക്കുന്നതാണ്. നിങ്ങളുടെ അമ്മയുടെ മെഡിൻ നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ആണ്. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം ഏതാണ്, ആ പടം ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വരും, പാസ്വേഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അതിൽ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈൻ ഇൻ ആണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീണ്ടും രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, പുതിയതായിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും കൊടുത്തിട്ട് വരാം. സോ ലോഗിൻ ആയിട്ട് നമ്മൾ അടുത്ത അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. കാറ്റഗറി എന്ന് പറയുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഏതാണ്, നിങ്ങൾ SC ആണോ, ST ആണോ, OBC ആണോ, അതോ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ കാറ്റഗറി അതേ സാധനം നിങ്ങൾ മുകളിൽ കൊടുത്തത് അതുപോലെ തന്നെ താഴെ കൊടുക്കുക. നാഷണാലിറ്റി നിങ്ങളുടെ ഇന്ത്യൻ ഒറിജിൻ ആണോ, അതായത് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ, അവിടെ നിന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഇന്ത്യൻ ഒറിജിൻ, ഭൂട്ടാൻ, നേപ്പാൾ, അങ്ങനെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെന്നെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഐഡന്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങളുടെ ശരീരത്തിലുള്ള 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഏതാണ് ഐഡന്റിഫിക്കേഷൻ മാർക്സ് അതിവിടെ എൻ്റർ ചെയ്യാം. ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ഡിസബിലിറ്റി ഇവിടെ താഴെ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ VH OH എന്താണെന്നുള്ള ഇവിടെ താഴെ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് കൊടുക്കുക. ഡിസബിലിറ്റി ഇല്ലാത്തവർ നോ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഡിസബിലിറ്റി ഉള്ളവർ കൊടുക്കുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് മാൻഡേറ്റ് ആണ്. ഡിസബിലിറ്റി നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം, മറക്കരുത്. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് മാൻഡേറ്റ് ആണ്. അതിനുശേഷം അഡ്രസ് പ്രൂഫ് ആണ്, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എന്താണെന്ന ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അഡ്രസ് ടൈപ്പ് ചെയ്യുക, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, പിൻകോഡ് എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഒന്നാണോ എന്നാണ്. നിങ്ങൾ കൊടുക്കുന്ന പ്രൂഫ് പ്രകാരമുള്ള അഡ്രസ് ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങളുടെ ഉദാഹരണം പറഞ്ഞാൽ ആധാർ കാർഡിലുള്ള അഡ്രസ്സിലാണ് നിങ്ങളുടെ നിൽക്കുന്നെങ്കിൽ ആ ആധാർ കാർഡ് പെർമനന്റ് അഡ്രസ് എങ്കിൽ അതാണ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് സെയിം ചിലരുടെ ഉണ്ടാവും, ചിലർ മാറി താമസിക്കുന്നവരുണ്ടാവും, അതനുസരിച്ച് ഇവിടെ മെൻഷൻ ചെയ്യുക. സെയിം ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, താഴത്തെ ഡീറ്റെയിൽസ് എല്ലാം ഡിസേബിൾഡ് ആവും. അല്ല സെയിം അല്ലാണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് അഡ്രസ് ഇവിടെ താഴെ കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. ഓക്കെ, നിങ്ങൾ അവിടെ ഡീറ്റെയിൽസ് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പോപ്പ് കാണിക്കും. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും. അത് ഡിക്ലറേഷൻ ആണ്, നമ്മൾ മുകളിൽ കൊടുത്തിട്ട് ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണ് എന്നുള്ള ഡിക്ലറേഷൻ ആണ്. അത് ഐ എഗ്രി എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രിവ്യൂ ഡീറ്റെയിൽ മൊത്തം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ആ പ്രിവ്യൂ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിക്കാം. അല്ല നിങ്ങൾക്ക് പ്രിവ്യൂ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിക്ലറേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇതിൽ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൂടെ കാണിക്കുന്നമാതിരി കാണിക്കും. അവൈലബിൾ ആകുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഡാഷ്ബോർഡ് കാണിക്കും, മുകളിൽ നമ്മൾ കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അതെല്ലാം ക്ലിയർ ആണോ എന്ന് കൂടി വെരിഫൈ ചെയ്യാം. അല്ലാണ്ടെങ്കിൽ മുകളിൽ പോയിട്ട് എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പോയി വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആണോ നോക്കുക. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ലൈവായിട്ട് വരാം. താഴത്തോട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഏതാണെന്നുള്ളത്. ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് കാണിക്കും. കറക്റ്റ് എക്സാമിനേഷൻ ആണെങ്കിൽ അതിൽ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. ഈ നോട്ടീസ് ആണ് അതിന്റെ, അത് മുഴുവനായിട്ട് വായിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് വായിക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതില് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും വായിച്ച് നോക്കിയതിന് ശേഷം ഫിൽ ഫോം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഫിൽ ഫോം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അതായത് ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്ത വൺ ടൈം രജിസ്ട്രേഷനിൽ നിന്നും ഇതിലേക്ക് കോപ്പി ചെയ്ത് വരും. അതെല്ലാം ഒന്നും കൂടി വെരിഫൈ ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ എല്ലാം ഡിസേബിൾഡ്, ഇതെല്ലാം ഈ സൈഡെല്ലാം മൊത്തം ഞാൻ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ കൊടുത്തിരുന്ന ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളത്, ഒന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് പോകുന്ന സമയത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ആ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്യും. അവിടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ മൊത്തം സെലക്ട് ചെയ്യണം മാത്രമേ പോലെ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ബാക്കി ഇതിൽ ഫിൽ ആയിട്ടുണ്ടാവും. താഴത്തേക്ക് വരിക. നിങ്ങളുടെ ഫിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം, സോ ഇവിടെ നിങ്ങൾക്ക് താഴെ പെർസെന്റേജ് എൻ്റർ ചെയ്യുന്ന സ്ഥലം കാണിക്കും. ഇവിടെ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, 2020-2021 വർഷങ്ങളിൽ കോവിഡ് കാരണം പെർസെന്റേജ് ഇല്ലാത്ത മാർക്ക് ഷീറ്റ് ലഭിച്ചവരെ ഇവിടെ താഴെ NA എന്ന് കൊടുക്കാൻ കഴിയും. നിങ്ങൾ അതിനല്ലാതെ ഏത് വർഷം സെലക്ട് ചെയ്താലും NA കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ പെർസെന്റേജും CGPA എൻ്റർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നാണ് എൻ്റർ ചെയ്യുക. നിങ്ങൾ പെർസെന്റേജ് എൻ്റർ ചെയ്താൽ CGPA ഡിസേബിൾഡ് ആകും. CGPA ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ പെർസെന്റേജ് ഡിസേബിൾഡ് ആകും. സോ അടുത്തത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. അടുത്ത കാര്യങ്ങൾ ഇവിടെ കാണിക്കും. അതായത് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ, ആം ഫോഴ്സിൽ സർവ് ചെയ്തിട്ടുണ്ടോ, യെസ് ഓർ നോ അനുസരിച്ച് കൊടുക്കുക. ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. യെസ് ആണോ നോ ആണോ എന്ന് ചോദിക്കും. അത് ഏജ് റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് സെലക്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുക. അഥവാ യെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന്റെ ഏജ് റിലാക്സേഷൻ ആണെന്നുള്ള കാര്യം ഇവിടെ താഴെ സെലക്ട് ചെയ്യണം. അത് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് ഏതാണ് ആക്റ്റീവായിട്ടുള്ളത് അതിവിടെ കാണിക്കും. ഇപ്പൊ നമുക്ക് ഏജ് റിലാക്സേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ നോ കൊടുക്കുന്നു. ഇനി അടുത്തത് വന്നിട്ട്, do you want to make your personal information available for accessing job opportunities in terms of ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളുടെ ഇപ്പൊ കൊടുത്ത പേഴ്സണൽ ഇൻഫർമേഷൻ വെച്ച് ഫർദർ ആയിട്ടുള്ള ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിന് യൂസ് ചെയ്യണോ വേണ്ടതെന്നാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ നോ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സോ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ രണ്ടാമത്തെ പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ എക്സാമിനേഷൻ സെന്റേഴ്സിന്റെ പ്രിഫറൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. 3 പ്രിഫറൻസ് ഉണ്ട്. പ്രിഫറൻസ് 1 എന്ന് പറയുന്നത് ഏതാണ് ലൊക്കേഷൻ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആദ്യം മെയിൻ പ്രിഫറൻസ് 1, പ്രിഫറൻസ് 2, പ്രിഫറൻസ് 3 എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മീഡിയം നിങ്ങൾ ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ, നമ്മളുടെ ഭാഷ ഏതാണ് വെച്ചാൽ മലയാളം ആണെങ്കിൽ മലയാളം എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വെരിഫൈ ചെയ്യുക. അത് വീണ്ടും മലയാളം എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുക. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടി ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. യെസ് കൊടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ താഴെ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഏത് സ്റ്റേറ്റ് ഡീറ്റെയിൽസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ആണ് താമസിക്കുന്നത് ആ ഡീറ്റെയിൽസ് കൂടെ എൻ്റർ ചെയ്യാം. വീണ്ടും വെരിഫൈ ചെയ്യുക. ഡിസ്ട്രിക്ട് ഏതാച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജന്മസ്ഥലമായ സംസ്ഥാനത്ത് നിന്നും മൈഗ്രേറ്റ് ചെയ്താണോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് എന്നാണ് ഇൻഫർമേഷൻ. ഓക്കെ, അതായത് ഞാൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ട് അതനുസരിച്ച് കൂടെ കൊടുക്കുക. യെസ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ യെസ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ചോദ്യത്തിന് ഒരു എറർ അല്ലാതെ, അതായത് നിങ്ങൾക്ക് റിസർവേഷൻ വേണമെന്ന് ചോദിക്കും. റിസർവേഷൻ യെസ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കേരളത്തിൽ ജനിച്ച് തമിഴ്നാട്ടിലേക്ക് വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങളുടെ ഉണ്ടാവും. അപ്പോൾ എനിക്കൊക്കെ തമിഴ്നാട്ടിലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെയാണോ ജനിച്ചത്, നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത്, ആ ഒറിജിൻ സ്റ്റേറ്റ് ഏതാണോ, പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ നിങ്ങൾ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യാതെ തമിഴ്നാട്ടിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് ആയിട്ട് സിസ്റ്റം കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റിസർവേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ നോ കൊടുക്കുമ്പോൾ നമ്മൾ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ് ആണ് എന്ന് കാണിക്കും. അത്രയേ ഉള്ളൂ. അടുത്തതിന് ശേഷം ഓക്കെ നോ എന്ന് കൊടുക്കുക. അടുത്തതിന് ശേഷം ഇവിടെ താഴെ മെൻഷൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക. അതൊക്കെ ഡിസേബിൾഡ് ആയിരിക്കും നമ്മളിവിടെ വേണ്ടെന്ന് കൊടുത്തുകൊണ്ട്. ഓക്കെ, അടുത്തതിന് ശേഷം പിന്നെ എന്താണെന്നൊരു ഇൻഫർമേഷൻ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് ആണ്. ഇപ്പോൾ പോസ്റ്റിന്റെ പ്രിഫറൻസ് എങ്ങനെയൊക്കെയാണെന്ന് കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ഫിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നോട്ടിഫിക്കേഷൻ കാണിച്ചില്ല. ആ നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ ഫോഴ്സിൽ എത്രയൊക്കെ ഒഴിവുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ BSF, CSF അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനൊക്കെ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണിക്കും. BSFന് A, B അങ്ങനെ ഉണ്ട്.
നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് എന്നാണ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? ബി ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? CISF ആണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബി എന്ന് കൊടുക്കുക. ആദ്യത്തെ സെക്ഷനിൽ ബി. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചാൽ അതനുസരിച്ച് ഇവിടെ എൻ്റർ ചെയ്യുക. അതേ സാധനം ഇവിടെ താഴെ വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇതുപോലെ എല്ലാ പ്രിഫറൻസും കൊടുക്കണം. 1-2 കൊടുത്ത് വിടാൻ പാടില്ല, മൊത്തം പ്രിഫറൻസും കൊടുക്കണം. ആ കൊടുത്ത് തന്നെ താഴെ ഇതുപോലെ വീണ്ടും അത് കൺഫേം ചെയ്യുക. ഇത് ഞാനൊരു ഡെമോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. കൺഫേം ചെയ്തതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ലൈവ് ഫോട്ടോ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ വെബ് ഉണ്ട്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെബ് ക്യാം ഓപ്പൺ ആവും. അതിലൊരു റെക്ടാങ്കിൾ പോലെ ഒരു സെക്ഷൻ കാണിക്കും. ആ സെക്ഷൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫേസ് പ്രോപ്പർ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കണം. ഓക്കെ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാപ്പ്, മാസ്ക്, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാൻ പാടില്ല. അതുപോലെ പഴയ നിങ്ങളുടെ ഫോട്ടോ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ച് ക്യാപ്ചർ ചെയ്യാനും പാടില്ല. ഇയർഫോൺസും ഇടാൻ പാടില്ല. ഓക്കെ. ക്യാപ്ചർ ലൈവ് ഫോട്ടോ. നിങ്ങൾക്ക് വെബ് ക്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ഇവിടെ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. ഇമേജ് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇമേജ് ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ബ്ലർഡ് ആയിരിക്കരുത്. ക്ലിയർ ആയിട്ട് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ, അതായത് ഒരു 6 സെന്റിമീറ്റർ 2 സെന്റിമീറ്ററിന്റെ ഒരു ബോക്സ് വരഞ്ഞിട്ട് അതിനുള്ളിൽ സൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് 300 DPI സ്കാൻ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് ആ ഒരു സൈസിൽ നിങ്ങൾ എടുത്തതിന് ശേഷം അതിവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇതിൽ സേവ് ആൻഡ് ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം എനിക്ക് ലൈവായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഈ ആപ്ലിക്കേഷൻ എക്സാം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. സോ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ആണ്. വെരിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ ഇതുവരെ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണിക്കും. ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 തവണ 3 തവണ മൊത്തം ക്ലിയർ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ടൈപ്പ് ചെയ്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം നോക്കിയതിന് ശേഷം ക്ലിയർ ആയി വെരിഫൈ ചെയ്ത് എല്ലാം പക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആയി. പിന്നെ ആ ഫോമിൽ ചേഞ്ചസ് ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം അതിന് വിൻഡോ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ സബ്മിറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സബ്മിറ്റ് കൊടുത്തത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ വന്നിട്ട് നിങ്ങളുടെ ഫോം സബ്മിറ്റ് ആയി ഡാഷ്ബോർഡിലേക്ക് പോവുക. മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണിക്കും. ഈ മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾ അൺറിസർവ്ഡ് ആ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യണം. ബാക്കി ആരൊക്കെ പേയ്മെന്റ് ചെയ്യാൻ എലിജിബിൾ ആണോ അവർക്കാണ് ആ ഒരു ഓപ്ഷൻ കാണിക്കുക. നിങ്ങൾ മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളുടെ ഓൺലൈൻ പേയ്മെന്റിലേക്ക് പോകും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ, ഓഫ്ലൈൻ പേയ്മെന്റ് ഇല്ല. മേക്ക് പേയ്മെന്റ് കൊടുത്തതിന് ശേഷം 100 രൂപയുടെ പേയ്മെന്റ് 100 രൂപ കട്ടായി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ. കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി എക്സാം ഫിസിക്കൽ ആ ഒരു രീതിയിൽ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത വെരിഫിക്കേഷൻ ശേഷം വെരിഫൈ എല്ലാം ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് അടുത്ത പേജിൽ ഡിക്ലറേഷൻ പേജ് മാറ്റി വരും. ആ ഡിക്ലറേഷനിൽ ഞാൻ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഡിക്ലറേഷൻ ഉണ്ടാവും. ആ ഡിക്ലറേഷൻ ഡിക്ലെയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് പേയ്മെന്റ് പേജിലേക്ക് പോവുക. പേയ്മെന്റ് കൊടുക്കുക. 100 rupees പേയ്മെന്റ് കൊടുത്താൽ കംപ്ലീറ്റ് ആയി. ഇത്ര മാത്രമാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് എൻ്റർ കൊടുക്കേണ്ടത്. എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സെക്ഷനും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലൈവായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ അത് അപ്ലൈ ചെയ്യുന്നില്ല. ഇത് ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് ഗോ ത്രൂ കാണിച്ചത്, ഒരു ഡെമോയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വലിയ വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാമെന്ന് നമുക്ക് കമന്റ് ചെയ്യുക. കാരണം നമ്മൾ വെറുതെ ഡിസ്ലൈക്ക് മാത്രം ചെയ്തു പോകരുത്. എന്താണ് കുഴപ്പമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ. ഞാനൊരു പുതിയ യൂട്യൂബറാണ്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. സോ ശ്രദ്ധിക്കുക. ഓക്കെ. കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.